തുടരുന്നു ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. ശരീരങ്ങളിൽ നിന്ന് യന്ത്രങ്ങളിലേക്ക് ഘടിപ്പിച്ച സുതാര്യമായ കുഴലുകളിലൂടെ ജീവരക്തം ഒഴുകി ചക്രങ്ങളിലൂടെ കറങ്ങി ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിലേക്ക് തിരിച്ച് ചംക്രമണം ചെയ്യപ്പെടുന്ന കാഴ്ച ഈ അവശതയിലും തെല്ലൊരു ഭയപ്പാടോടെ നോക്കി ഞാൻ കിടന്നു. ലേക്ക് ഷോർ ആശുപത്രിയിലെ ഹീമോഡയാലിസിസ് വാർഡിൽ 4-5 രോഗികൾ ഡയാലിസിസിന് വിധേയരായി കിടക്കുന്നുണ്ടായിരുന്നു. ഹാളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണങ്ങളും കട്ടിലുകളിൽ അനങ്ങാതെ കിടക്കുന്ന രോഗികളും ഹാളിലെ പ്രത്യേക വെളിച്ച സംവിധാനമൊക്കെ ചേർന്ന് മനുഷ്യ ശരീരങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്ന ഒരു കൊച്ചു പണിശാലയുടെ പ്രതീതി ആ വാർഡ് എന്നിൽ ജനിപ്പിച്ചു. ഇവിടെ ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നതുവരെ താൽക്കാലികമായി ഗംഗാധരൻ സാർ കുറിച്ചു തന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പതിയെ പതിയെ ഇഴഞ്ഞു വന്ന വയറിളക്കം കൂടിക്കൂടി യാതൊരു നിയന്ത്രണവുമില്ലാതെ തിരയിളക്കി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഞാൻ തളർന്നുപോയി. ഒപ്പം കിടക്കയിൽ നിന്ന് സ്വയം എഴുന്നേൽക്കാൻ പറ്റാതായിരിക്കുന്നു എന്ന സത്യം എന്നെ മാനസികമായി തകർക്കാനും തുടങ്ങിയിരുന്നു. ഇരുന്നും കിടന്നും ബുദ്ധിമുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ചും കൂടെ ടോയ്ലറ്റിൽ പോയിയും ഒരു കണക്കിനെ രാത്രി തള്ളി നീക്കി. ആ രാത്രി എൻ്റെ ജീവിതത്തിലെ നിർണായകമായ രാത്രികളിലൊന്നായിരുന്നു. മൂടിവെച്ചും മുഴുവൻ പറയാതെയും ഞാൻ ഒളിപ്പിക്കാൻ ശ്രമിച്ച അസുഖത്തിൻ്റെ തീവ്രത ഒരു പക്ഷേ മഞ്ജുഷ അടുത്തറിഞ്ഞിരിക്കില്ലേ? തീർച്ചയായും അറിഞ്ഞിരിക്കണം. കളവിൽ പിടിക്കപ്പെട്ട പ്രതിയുടെ മാനസികാസ്വാസ്ഥ്യങ്ങളോടെ ഞാൻ നേരം വെളുപ്പിച്ചു. എന്തായാലും പിറ്റേ ദിവസം ലേക്ക് ഷോറിൽ പോയി അഡ്മിറ്റാവണം എന്ന് കരുതിയിരുന്ന ദിവസമായിരുന്നു. പ്രദീപൻ അതിരാവിലെ തന്നെ എത്തി. 3 ആഴ്ച ഒരുമിച്ച് കിടക്കേണ്ടതല്ലേ? കൂടെ ബാലണ്ണനും വല്യേട്ടനും വരുവാൻ സന്നദ്ധരായി. ബാലണ്ണൻ വർഷങ്ങളായി എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അയൽവാസിയുമാണ്. അദ്ദേഹം തൃശ്ശൂർ പഞ്ചാബ് നാഷണൽ ബാങ്കിലെ ജീവനക്കാരനാണ്. തനിയെ വണ്ടിയിലേക്ക് നടന്നു കയറാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നില്ല. ഇടറിയ കാൽവെപ്പോടുകൂടിയാണ് ബാലണ്ണൻ്റെ കയ്യിൽ താങ്ങി ഞാൻ കാറിലേക്ക് നടന്നത്. ഒന്നും പിടികിട്ടാത്തവനെപ്പോലെ മകൻ ബാലു അമ്മയുടെ അരികുപറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സങ്കടപ്പുഴ നെഞ്ചിൻ കൂട് തകർത്ത് പുറത്തു ചാടാതിരിക്കാൻ മഞ്ജുഷ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നി. അപരിചിതരെ കണ്ടാൽ നിർത്താതെ കൂട്ടിൽ കിടന്ന് ബഹളമുണ്ടാക്കാറുള്ള ഞങ്ങളുടെ ജാക്കി കൂടിൻ്റെ മൂലയിൽ നിശബ്ദനായി ചുരുണ്ടുകിടന്നു. മോഹിച്ചു തുടങ്ങി. പണി തീർക്കാൻ കഴിയാതിരുന്ന ഒരു വീടും പ്രിയപ്പെട്ടവരും നാടും എന്നിൽ നിന്ന് അകന്നകന്ന് നീങ്ങി. ഇതെല്ലാം ജീവിതത്തിലെ അവസാന കാഴ്ചകളാണോ? തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും? ആവലാതി പൂണ്ട മനസ്സ് വെറുതെ അരുതാത്തത് പലതും ആലോചിച്ചു കൂട്ടാൻ തുടങ്ങി. നീരും ആരോഗ്യവും വെടിഞ്ഞ് എല്ലും തോലുമായി തൊലി ചുളുങ്ങി കരുവാളിച്ച് മുടിയും പുരികവുമെല്ലാം കൊഴിഞ്ഞ് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവനായി. അതോ എല്ലാ കാഴ്ചകളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി ചേതനയറ്റ് കോടിയിൽ പുതച്ച് ഒന്നും അറിയാത്തവനായി. രക്തത്തിൽ യൂറിയയുടെയും ക്രിയാറ്റിൻ്റെയും അളവ് പരിധിയിൽ വളരെയധികം ഉയർന്ന് 2 കിഡ്നികളുടെയും പ്രവർത്തനം അപകടകരമായ രീതിയിൽ തകരാറിലായി. ഉടനെ ഹീമോഡയാലിസിസിന് വിധേയനാകണം ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഞാൻ ഹീമോഡയാലിസിസ് വാർഡിൽ എത്തിപ്പെട്ടത്. വലത്തെ തുടയിലെ വലിയ രക്തധമനിയിലാണ് ഡയാലിസിസിനുള്ള ട്യൂബും അനുബന്ധ ഉപകരണങ്ങളും ഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്. കിടക്കയ്ക്ക് ചുറ്റും കടുംനിറത്തിലുള്ള യൂണിഫോം ധരിച്ച് തയ്യാറെടുപ്പുമായി നിന്നിരുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നടുവിൽ ഭയപ്പാടോടെ ഞാൻ കിടന്നു. തലയിങ്ങോട്ട് ചരിച്ച് ആ മരത്തിൻ്റെ പച്ച ഇലകളിലേക്ക് നോക്കിയിരുന്നുള്ളൂ. മോന് വേദന തോന്നുകയേയില്ല. കുട്ടിക്കാലത്ത് ഇളകിയാടിയ പല്ല് വേദനിപ്പിക്കാതെ പറിച്ചെടുക്കുമ്പോൾ ജ്യേഷ്ഠന്മാർ പറയുമായിരുന്നു. ഭൂതകാലവും കടന്ന് ചെവിയിൽ സ്വാന്തനവുമായി പതിഞ്ഞ വാക്കുകൾ കൺമുന്നിലെ പച്ച ഉടുപ്പുകളിലൂടെ ആശ്വാസം തേടി കുഴഞ്ഞു. വലത്തെ തുടയിടുക്കിൽ ഘടിപ്പിച്ച ഉപകരണം ടോയ്ലറ്റിൽ പോകുമ്പോഴും ഇരിക്കുമ്പോഴും വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നെങ്കിലും ആദ്യം തോന്നിയ ഭയം പിന്നീട് ഡയാലിസിസിന് പോകുമ്പോൾ എനിക്കില്ലാതായി. 5-6 മണിക്കൂറെങ്കിലും എടുക്കുന്ന ഡയാലിസിസിന് പിന്നീട് ഞാൻ പോകുമ്പോൾ പല പുസ്തകങ്ങളും വായിക്കാൻ കൊണ്ടുപോകാൻ തുടങ്ങി. കുറേ വായിച്ചും കുറേ മയങ്ങിയും സമയം തള്ളി നീക്കാൻ ശ്രമിക്കും. തുടർച്ചയായ 4 ദിവസങ്ങളിലായി 4 ഡയാലിസിസുകൾ.
പുതിയ രക്തം ദിവസവും ശരീരത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം മലിനമാക്കപ്പെട്ട പ്ലാസ്മ രക്തത്തിൽ നിന്ന് പരമാവധി നീക്കം ചെയ്യുകയും പുതിയ പ്ലാസ്മ ശരീരത്തിലേക്ക് കയറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലാസ്മ താരതമ്യേന കട്ടികൂടിയ പദാർത്ഥമായിരുന്നതിനാൽ അത് കയറ്റുന്നതിനുള്ള സൂചിയും വലിയ ദ്വാരമുള്ളതായിരുന്നു. പ്ലാസ്മ സൂചി കൈത്തണ്ടയിലേക്ക് കുത്തിയിറക്കുമ്പോൾ, വേദനയാൽ ഞാൻ പുളയുമ്പോൾ, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ പുസ്തകത്താളുകളിൽ നിന്ന് നിലവിളികളോടെ ഓടിമറയുമായിരുന്നു. നടൻ ജയൻ്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സ്പെഷ്യലായി ഇറങ്ങിയ ഒരാഴ്ച പതിപ്പാണ് ഞാനിന്ന് ഡയാലിസിസിന് വന്നപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്നത്. ഡയാലിസിസ് വാർഡിലെ മടുപ്പിൽ ജയൻ്റെ വിവിധ ചിത്രങ്ങളുടെയും വിവിധ കഥാപാത്രങ്ങളുടെയും പഠനങ്ങളും ലേഖനങ്ങളും അങ്ങനെ എനിക്കിവിടെ കൂട്ടായി വന്നു. മറ്റാർക്ക് മുന്നിലും പ്രത്യക്ഷപ്പെടാതെ, മറ്റാർക്കും പിടികൊടുക്കാതെ, ഡയാലിസിസ് വാർഡിലെ സീലിങ്ങിന് നടുവിൽ കത്തിനിന്നിരുന്ന ചെറിയ സ്പോട്ട് ലൈറ്റിൻ്റെ വൃത്താകരമായ മങ്ങിയ വെളിച്ചത്തിൽ നെഞ്ഞുവിരിച്ചു നിന്ന് ഇടത്തോട്ട് കൂട്ടിയ ചുണ്ടിൽ ഒരു മന്ദഹാസം ഒളിപ്പിച്ചു വെച്ച് ജയൻ പറഞ്ഞു, "ഏയ്, പേടിച്ചുറങ്ങുകയാണോ? ധൈര്യം വേണം, ധൈര്യം. ചങ്കുറപ്പിൻ്റെ മുൻപിൽ ഏതസുഖവും മുട്ടുമടക്കും." പെട്ടെന്ന് ഞെട്ടിയുണർന്ന് ഞാൻ നോക്കുമ്പോൾ വാർഡിൽ ജയൻ എന്ന അതിസാഹസികനായ കൃഷ്ണൻ നായർ ഉണ്ടായിരുന്നില്ല. മുകളിൽ നിന്ന് വീഴുന്ന വെളിച്ചത്തിൻ്റെ വൃത്താകാരമായ മങ്ങിയ പ്രതിഫലനത്തിൽ വാർഡിൻ്റെ ആ ഭാഗത്ത് മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സത്യം പറയണം, എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടോ? വിങ്ങുന്ന മനസ്സുമായി എൻ്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവളുടെ കണ്ണുകളിൽ ആദി പടർത്തി നിഴലിച്ചു കിടന്നിരുന്ന ഈ ചോദ്യം എനിക്ക് വായിക്കാമായിരുന്നു. ഹൃദയം പിളർക്കുന്ന ഈ ചോദ്യം അവൾ പലതവണ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെ വിതുമ്പി വിറയാർന്ന അവളുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ ഇടറിയ തേങ്ങലോളം എത്താറുണ്ടായിരുന്നു. പിന്നെ പിന്നെ കലങ്ങിയ കണ്ണുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന കണ്ണീർ കണങ്ങൾ മൂടിക്കെട്ടി ഭാരം തൂങ്ങിയ നിശബ്ദതയിൽ വീണുടയും. മറുപടിക്കായി കരുതി വെച്ച വാക്കുകൾ പുറത്തു വരാനാകാതെ വീർപ്പുമുട്ടി എൻ്റെ കണ്ടത്തിൽ കുരുങ്ങിപ്പിടയും. മഞ്ജുഷയുടെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇതുവരെ ഞാൻ നൽകിയിട്ടില്ലായിരുന്നു. കാര്യങ്ങൾ സമചിത്തതയോടെ ഉൾക്കൊള്ളുവാനോ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനോ ഒരുപക്ഷേ അവൾക്ക് സാധിച്ചില്ലെങ്കിൽ, സത്യമറിഞ്ഞാൽ ആ ആഘാതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള മനക്കരുത്ത് അവൾക്ക് ലഭിച്ചില്ലെങ്കിൽ, രക്തത്തിൽ ക്രിയാറ്റിൻ്റെയും യൂറിയയുടെയും അളവ് വളരെ കൂടുതലാണെന്നും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണിതെന്നുമാണ് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അവയുടെ അളവ് പരിധി വിട്ട് കൂടിയാൽ അത് മാരകമായ രക്താർബുദത്തിലേക്ക് നയിക്കുമെന്നും ഭാഗ്യത്തിന് ആരംഭത്തിലെ കണ്ടുപിടിക്കാൻ സാധിച്ചതിനാൽ കാര്യങ്ങൾ വഷളായി തുടങ്ങിയിട്ടില്ല എന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ അവളെ ധരിപ്പിച്ചിരുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു കണക്കിന് ശാസ്ത്രീയമായി ശരിയായിരുന്നു താനും. അതുകൊണ്ട് തന്നെ അവളെ കള്ളം പറഞ്ഞ് പറ്റിച്ചു എന്ന മനോവിഷമം എനിക്കില്ലായിരുന്നു. എങ്കിലും ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ ശരീരം വല്ലാതെ ക്ഷീണിക്കുമെന്നും മുടി കൊഴിഞ്ഞ് തൊലി ചുളുങ്ങി എൻ്റെ രൂപം തന്നെ പ്രാകൃതമാകാൻ സാധ്യതയുണ്ടെന്നും അവളെ നേരത്തെ തന്നെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം ഈ അസുഖത്തിനുപയോഗിക്കുന്ന മരുന്നുകളുടെ പ്രത്യേകതകൾ കൊണ്ടാണെന്നും ഈ ദുരവസ്ഥകൾക്കെല്ലാം താൽക്കാലികമാണെന്നും ഇതെല്ലാം തരണം ചെയ്ത് പൂർവാധികം ആരോഗ്യവാനായി തിരിച്ചു വരുമെന്നും ഞാൻ കൂടെ കൂടെ പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തുമായിരുന്നു. ചാരം മൂടിയ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ പ്രതീക്ഷയുടെ കനലുകൾ അണയാതെ ഊതിയൂതി ജ്വലിപ്പിച്ചു നിർത്തുവാൻ ഞാൻ എപ്പോഴും പ്രയാസപ്പെട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം ചികിത്സകൾക്ക് ശേഷം ഈ ദുരിതകാണ്ഡത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം കിട്ടിയ സന്തോഷത്തോടെ കാര്യങ്ങൾ മെല്ലെ മെല്ലെ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഭർത്താവിന് മാരകമായ വ്യാധിയാണെന്നും ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ബാക്കിയുള്ളൂ എന്നും അറിയാനിടയായാൽ ഏതു ഭാര്യയുടെ മനോനിലയാണ് തെറ്റാതിരിക്കുക? മനോധൈര്യം ചോർന്നു പോകാതെ അസുഖത്തെ തൻ്റെ ഇടത്തോടെ നേരിടേണ്ട ഈ നാളുകളിൽ അവളെ കൂടി ശ്രദ്ധിക്കേണ്ട അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. സാധാരണയായി 4-ൽ 1 ക്യാൻസർ രോഗികളിൽ വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ടെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ദുഃഖം, നിരാശ
ഏകനായും അന്തർമുഖനായും ഇരിക്കുക, അധിക ക്ഷീണം, വിശപ്പില്ലായ്മ, കൂടെ കൂടെ മരണത്തെപ്പറ്റി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നിവയെല്ലാം വിഷാദരോഗികളുടെ ലക്ഷണങ്ങളാണ്. തൻ്റെ മരണശേഷം ഈ ലോകം എന്താകുമെന്നും തൻ്റെ കുടുംബത്തിൻ്റെയും തനിക്ക് ഇഷ്ടപ്പെട്ടവരുടെയും സ്ഥിതി എന്താകുമെന്നുമായിരിക്കും മിക്ക അർബുദ രോഗികളുടെയും വിഷാദത്തിൻ്റെ മൂലകാരണം. അർബുദ രോഗിയുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അവരെ വളരെയധികം സ്നേഹിക്കുന്ന പലരിലും ഇത്തരം വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ വിരളമല്ല. ഡോക്ടർ VP ഗംഗാധരൻ സാറിൻ്റെ ജീവിതം എന്ന അത്ഭുതം എന്ന ഓർമ്മക്കുറിപ്പുകളിലെ അച്ഛനും മകളും എന്ന 1-ാം അധ്യായത്തിൽ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ പിടിപെട്ട് ദിവസങ്ങളായി ഓർമ്മയില്ലാതെ കിടക്കുന്ന 14-കാരിയായ മകളുടെ മുറിയിൽ നിന്ന് മരണത്തിൻ്റെ നിശബ്ദ താഴ്വരയിലേക്ക് നടന്നുപോയ വിഷാദരോഗിയായ ഒരച്ഛൻ്റെ ചിത്രം ഒടുങ്ങാത്ത വ്യതയായി മനസ്സിൽ കൂടെ കൂടെ തെളിഞ്ഞു വരാറുണ്ട്. വർണ്ണങ്ങൾ വാരി വിതറി ഉല്ലസിച്ച് സന്തോഷിച്ച് ജീവിതം മുന്നോട്ട് പോകുന്നതിനിടെ, അല്ലെങ്കിൽ കടബാധ്യതകളും പ്രാരാബ്ധങ്ങളും കൊണ്ട് ജീവിതത്തിൻ്റെ പാതി വഴിയിൽ പകച്ചു നിൽക്കുമ്പോൾ, എന്നേക്കുമായി എല്ലാം അവസാനിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മരണം പെട്ടെന്ന് മുന്നിൽ വന്ന് വഴി തടസ്സപ്പെടുത്തി നിൽക്കുമ്പോൾ ആരാണ് ഹൃദയം പൊട്ടി തകർന്നു പോകാത്തത്? ആശുപത്രിയിൽ എനിക്ക് കൂട്ടുനിൽക്കാൻ വരണമെന്ന് മഞ്ജുഷ നിർബന്ധം പറഞ്ഞപ്പോൾ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ബാലുവിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹപൂർവ്വം ഞാൻ അവളെ ആശുപത്രിയിൽ നിന്ന് അകറ്റി നിർത്തുകയാണുണ്ടായത്. എന്നാൽ ആശുപത്രിയിൽ വന്ന് എന്നെ കാണണമെന്ന് അവൾ ശാഠ്യം പിടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ഈ ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് വരുവാൻ അവൾക്ക് അനുവാദം കൊടുക്കേണ്ടി വന്നു. ഭാഗ്യം, ബാലുവിന് സ്കൂളുള്ള ദിവസമായിരുന്നതിനാൽ അവനെ കൂട്ടിയിരുന്നില്ല. അങ്ങനെയാണ് അവൾ ഇന്ന് സഹോദരൻ മനോജിൻ്റെയും ഭാര്യയുടെയും കൂടെ വന്നത്. ആശുപത്രിയിൽ കൂടെ കൂടെ വന്ന് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും കണ്ട് അവർ കൂടുതൽ നിരാശരാകേണ്ട എന്ന് ഞാൻ കരുതി. ബോൺ മാരോ ബയോപ്സി, കീമോതെറാപ്പി തുടങ്ങിയ വാക്കുകൾ അവൾക്ക് തീരെ പരിചയമില്ലാത്തതുകൊണ്ടും ചികിത്സ പൂർണ്ണമായും ദൂരെയുള്ള ഈ ആശുപത്രിയിലായിരുന്നതിനാലും അസുഖത്തിൻ്റെയും ചികിത്സയുടെയും ശരിയായ ഗൗരവം അവളിൽ നിന്ന് മറച്ചുവെക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. തിരുവില്ലാമല പഞ്ചായത്തിലെ പാമ്പാടി വെറ്റിനറി സർജനായി ജോലി ചെയ്യുന്ന കാലം. പാർട്ട് ടൈം സ്വീപ്പർ രാമചന്ദ്രൻ വഴിയാണ് മഞ്ജുഷയുടെ ആലോചന വരുന്നത്. അദ്ദേഹം ഇക്കാര്യം പലതവണ സൂചിപ്പിച്ചിരുന്നെങ്കിലും സമയമായില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു പതിവ്. എന്നാൽ 2.5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ആലോചനയുമായി രാമചന്ദ്രൻ വന്നപ്പോൾ തിരുവില്ലാമലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയിരുന്ന വ്യക്തിയും എൻ്റെ അഭ്യുതകാക്ഷിയുമായിരുന്ന മുരുകേട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് പോയി കാണാൻ തീരുമാനിച്ചു. അക്കാലത്ത് ഞാൻ തിരുവില്ലാമലയിൽ താമസിക്കുകയായിരുന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നാട്ടിൽ പോകുകയായിരുന്നു പതിവ്. ഒരു ഞായറാഴ്ച ഡ്യൂട്ടി നേരത്തെ അവസാനിപ്പിച്ച് ബൈക്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മുരുകേട്ടനെ കൂടെ കൂട്ടി. യാതൊരുവിധ ഔപചാരികവുമില്ലാത്ത ഒരു പെണ്ണുകാണൽ. 10 വർഷങ്ങൾക്ക് മുൻപ് തുലാമാസത്തിലെ മഴ മാറി നിന്ന് ആകാശം തെളിഞ്ഞ് ഒരു ദിവസം രാവിലെയാണ് ഞങ്ങൾ കിള്ളിമംഗലത്തുള്ള അവളുടെ വീട്ടിലെത്തിയത്. ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണുകാണൽ, അത് അവസാനത്തേതുമായിരുന്നു. വള്ളുവനാടിൻ്റെ ഗ്രാമീണതയും നൈർമല്യവും നിഷ്കളങ്കതയും ജോലി മാറ്റം കിട്ടി പാമ്പാടിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നോവലുകളിലൂടെയും സിനിമകളിലൂടെയും എൻ്റെ മനസ്സിൽ പച്ച വിരിച്ചു നിന്നിരുന്നു. കണ്ടപ്പോൾ ഇഷ്ടക്കേട് തോന്നിയില്ലെങ്കിലും ഒരു ഉറച്ച തീരുമാനത്തിലെത്താനാകാതെ വിഷമിച്ചു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കൾക്കുമൊപ്പം ഒരു ക്രിസ്മസ് രാത്രിയിൽ മൂകാംബിക ദർശനത്തിന് കൊല്ലൂരിൽ പോയപ്പോൾ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് മനസ്സ് ഒരു ഉത്തരം കണ്ടെത്തി. അപ്പോൾ തന്നെ അവിടെ നിന്ന് നാട്ടിലേക്ക് ഫോൺ ചെയ്ത് ഞാൻ എൻ്റെ അഭിപ്രായം അറിയിക്കുകയാണുണ്ടായത്. ആ തീരുമാനത്തിൽ ദുഃഖമോ വിഷമതകളോ തോന്നേണ്ട കാര്യങ്ങളോ സന്ദർഭങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. തൻ്റേതായ സ്വകാര്യതകളിലൊന്നും തന്നെ അവൾ ഒരിക്കലും കൈകടത്താറുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവൾ അറിയാതെയുള്ള സ്വകാര്യതകളൊന്നും എനിക്കുണ്ടായിരുന്നുമില്ല. 1-ാം വിവാഹ വാർഷികത്തിന് പോകാൻ പല സ്ഥലങ്ങൾ ഞങ്ങൾ പരിഗണിച്ചുവെങ്കിലും അവസാനം എത്തിച്ചേർന്നത് ശ്രീ മൂകാംബിക സന്നിധാനത്തിൽ തന്നെ ആയിരുന്നു.
ഒരുപക്ഷേ അതും ഒരു യാദൃച്ഛികതയായിരിക്കാം. ആദ്യ വർഷങ്ങളിൽ ആകസ്മികമായും അകാരണമായുമുണ്ടായ ഗർഭമലസലുകൾ ഒന്നിനു പുറകെ ഒന്നായി 2 തവണ അവളെ മാനസികമായി തളർത്തിയിരുന്നു. ആ വേവലാതിയിൽ നിന്ന് ഞങ്ങൾ സന്തോഷത്തിൻ്റെ മാരിവിൽ തീരങ്ങളിൽ എത്തപ്പെട്ടത് ബാലുവിൻ്റെ ജനനശേഷമാണ്. അലങ്കാരമേച്ചിലുകളും മിനുക്കുപണികളും ബാക്കിയുണ്ടെങ്കിലും ആഗ്രഹിച്ച രീതിയിൽ സാമാന്യം ചെറുതല്ലാത്ത ഒരു വീട് പകുതിയിലേറെ യാഥാർത്ഥ്യമാക്കി. ജീവിതം സംതൃപ്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ അസുഖ വിവരമറിഞ്ഞ് അവൾ തളർന്നാൽ മകനിലും അവൻ്റെ വിദ്യാഭ്യാസത്തിലുമുള്ള അവളുടെ ശ്രദ്ധ നഷ്ടപ്പെടും. അതൊരിക്കലും സംഭവിച്ചുകൂടാ. ക്യാൻസർ വന്നാൽ അതോടെയെല്ലാം തീർന്നുവെന്ന് കരുതുന്നവരാണ് മഹാഭൂരിഭാഗം ജനങ്ങളും. അതുകൊണ്ട് തന്നെ ശരിയായ കൗൺസിലിംഗ് രോഗിക്കും വീട്ടുകാർക്കും നൽകുക വഴി ഈ അസുഖത്തെക്കുറിച്ച് അവർക്കുള്ള തെറ്റായ ധാരണകൾ തിരുത്താൻ കഴിയും. ഇത് ക്യാൻസർ ചികിത്സയ്ക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകുന്നതായി തൻ്റെ അനുഭവങ്ങളിലൂടെ ഗംഗാധരൻ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. എല്ലാ പ്രതീക്ഷകളും അണഞ്ഞ് ജീവിതം പടിതിരികത്തുന്ന സമയത്ത് പോലും ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കിന് ഒരുപക്ഷേ മരുന്നുകളേക്കാൾ ഫലം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തൻ്റെ അനുഭവക്കുറിപ്പുകളിൽ പറയുന്നു. ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യവും സാന്ത്വന വാക്കുകളും ഇത്തരം രോഗികളിലും അവരുടെ കുടുംബാംഗങ്ങളിലും അനുകൂല ഊർജ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. വിഷമതകളും ദുഃഖങ്ങളും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നത് വഴി മനസ്സിൻ്റെ ഭാരങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നു. ധ്യാനവും പ്രാർത്ഥനയും ഇത്തരം അവസരങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കാനും ശക്തിപ്പെടുത്താനും ഉപകരിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം ചെറിയ ശബ്ദത്തിൽ കേൾപ്പിക്കുന്നത് ഇന്ന് സ്വാന്തന ചികിത്സയുടെ ഒരു ഭാഗമാണ്. മനസ്സിനും ശരീരത്തിനും അയവ് വരുത്തുന്നതിനുള്ള ശ്വസനക്രിയകളും സാധിക്കുകയാണെങ്കിൽ ലഘു വ്യായാമങ്ങളും ക്യാൻസർ രോഗികളിലും വിഷാദ രോഗികളിലും ഗുണപരമായ ഫലങ്ങൾ നൽകുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മനോജിൻ്റെയും ഭാര്യയുടെയും കൂടെ മഞ്ജുഷ പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഹൃദയത്തിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. പുറത്ത് കത്തിക്കാളി നിന്ന വെയിൽ മങ്ങാൻ തുടങ്ങി. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ കാർമേഘം ഉരുണ്ടുകൂടാനും തുടങ്ങിയിരുന്നു. എൻ്റെ ഹൃദയത്തിൽ അവ മൂടിക്കെട്ടി പെയ്യാതെ വിതുമ്പി നിന്ന് എന്തോ എനിക്ക് വലിയ സങ്കടം വന്നു. കണ്ണുകളടച്ച് കിടക്കയിൽ ഞാൻ നീണ്ടു നിവർന്ന് മലർന്നു കിടന്ന് പിന്നെ പതുക്കെ പതുക്കെ ദീർഘമായി പതിഞ്ഞ താളത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ ഒഴിഞ്ഞ ആകാശത്തിന് കീഴെ പച്ച വിരിച്ച വിശാലമായ പുൽത്തകിടിയിൽ സ്വസ്ഥമായി മലർന്നു കിടക്കുകയാണ്. കാൽവിരൽ തുമ്പിൽ നിന്ന് മുകളിലേക്ക് എൻ്റെ ശരീരഭാഗങ്ങൾ ആയാസരഹിതമായി ഭാരം കുറഞ്ഞു വരുന്നതായി ഞാൻ സങ്കല്പിച്ചു. ഇതാ എല്ലാ സങ്കടങ്ങളും എന്നിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സ് ഭാരമില്ലാത്ത അപ്പൂപ്പൻ താടി കണക്കെ അന്തരീക്ഷത്തിലേക്ക് പതുക്കെ ഉയർത്തപ്പെട്ടു. അസ്തമയ സൂര്യൻ്റെ പൊൻകിരണങ്ങളുടെ തലോടലേറ്റ് അത് മിന്നിത്തിളങ്ങി. പിന്നെ കുളിരുമായെത്തിയ മന്ദമാരുതനിൽ ഒഴുകി പാറി നടക്കാൻ തുടങ്ങി.